നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ തദ്ദേശഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരെ LGML പാനൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP.A. സലാം ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് പോലും ഫണ്ട് അനുവദിക്കാത്ത ധിക്കാര നയങ്ങൾ അവസാനിപ്പിക്കുക, ബഡ്ജറ്റ് വിഹിതം അനുവദിക്കാത്തത് മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രൂപപ്പെട്ട പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LGML പാനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലെ മുസ്ലിം ലീഗിന്റെ കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP.A. സലാം ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഈ ഒരു നയവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായ സമരം അതിൻ്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൗൺസിലർമാരും മെമ്പർമാരും വരുന്ന 20-ാം തീയതി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ധർണ സമരം നടത്തും. അതിന് മുന്നോടിയായാണ് ഇവിടെ ഈ ഒപ്പുമതിൽ പരിപാടി നടത്തുന്നത്. ഇതിൻ്റെ ഔദ്യോഗികമായ എല്ലാവർക്കും നന്ദി, നമസ്കാരം. LGML മണ്ഡലം പ്രസിഡന്റ് TK ഹനീഫ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആവോളം ബഷീർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സെക്രട്ടറി T. മഹറൂഫ്, കൌൺസിലർമാരായ NA കരീം, സൈനു തങ്ങൾ, അൻവർ കക്കാട്, മുസ്തഫ കല്ലുമ്മൽ, റുക്സാന ഇക്ബാൽ, ഹാജിറ ഖാദർ, നഹ്ല ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവ് വന്നത് ഈ സാമ്പത്തിക വർഷം അടക്കം നമുക്ക് വളരെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലാണ്. ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ വരുത്തിവെച്ചത് കഴിവുകെട്ട ഭരണകൂടവും പരിചയസമ്പന്നരില്ലാത്ത മന്ത്രിമാരും നമ്മുടെ ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ പദ്ധതികളെയും അട്ടിമറിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ഈ സമീപനങ്ങൾ നമുക്ക് ബജറ്റ് വിഹിതത്തിൽ അനുവദിച്ച തുക പോലും ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഇവിടെ നടന്നത്. സമഗ്ര ന്യൂസ് പാനൂർ.